നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദൂതന്മാർ ആ മേഖലയിൽ ചലിക്കത്തുള്ളൂ. ആമേൻ. നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ കമാൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവ വചനത്തിൻ്റെ മുമ്പിൽ ദൂതന്മാർ ചലിക്കത്തുള്ളൂ. എത്രമാർക്ക് ദൂതന്മാരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് അങ്ങനത്തെ ആ ഒരു മിനിസ്ട്രിക്കകത്തേക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്? പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് നിങ്ങൾ കയറുമ്പോൾ ദൈവത്തോട് ഏറ്റുപറയാനുള്ള സകലത ഏറ്റുപറഞ്ഞിരിക്കണം. ആമേൻ. ഇല്ലാത്ത പക്ഷം അന്തരീക്ഷം വ്യാപരിക്കത്തില്ല. ഇല്ലാത്ത പക്ഷം നിന്റെ പ്രാർത്ഥന എഫക്റ്റീവ് ആകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ദൂതന്മാരുടെ എൻകൗണ്ടർ ഉണ്ടാകും. എത്രത്തോളം നിങ്ങൾ ദൂതന്മാരെ പറ്റി കേൾക്കുന്നോ അത്രത്തോളം ദൂതന്മാർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുക. എത്രത്തോളം നിങ്ങളത് കേൾക്കുന്നോ അത്രത്തോളം അട്രാക്റ്റ് ചെയ്യപ്പെടുക. എത്രത്തോളം നിങ്ങൾ അതിനെ വായിക്കുന്നു അത്രത്തോളം നിങ്ങൾ അതിനകത്തേക്ക് എത്രത്തോളം നിങ്ങൾ കൊതിക്കുന്നു. ഹല്ലേലൂയ. അവൻ കാറ്റിനാൽ, മഹാശക്തിയുള്ള കാറ്റിനാൽ അവൻ ചെങ്കടലിനെ രണ്ടാക്കി എൻ്റെ ദൈവം. ഹല്ലേലൂയ. അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. അവൻ ശ്രദ്ധിക്കണേ, കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. അവൻ മഹാശക്തിയോടെ ഒരു കാറ്റടിച്ചു. ആ കാറ്റുകൊണ്ട് ചെങ്കടൽ പിളർന്നു രണ്ടായി. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ, മല പോലുള്ള വിഷയങ്ങൾ, അവൻ അതിനെ ചലിപ്പിക്കാൻ ദൂതനിറങ്ങാൻ. ഇന്ന് പകൽ നീ ഇത് വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതന്മാർ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ദൂതന്മാർ ഈ വചനത്തിന്റെ മുമ്പേ ചലിക്കുകയാണ്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുന്നു. എവിടെയാ ദൂതന്മാർ വെളിപ്പെട്ടു വരുന്നത്? എവിടെയാ ദൂതന്മാർ അട്രാക്ട് ചെയ്യപ്പെടുന്നത്? എവിടെയാ ദൂതന്മാർ നമുക്ക് വേണ്ടി ദൈവനിയോഗപ്രകാരം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? ഹല്ലേലൂയ. നീ വചനത്തെ വിശ്വസിക്കുകയോ, അവൻ ഈ റെവലേഷനകത്തേക്ക് നീ ഇറങ്ങുകയോ, നീ അതിനകത്ത് വിശ്വാസത്തെ ചലിക്കുകയോ ചെയ്യുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും. അവൻ നിനക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവിക ദൂതന്മാരെ നീ ചലിപ്പിക്കണം. ഇന്ന് പകൽ നീ ചലിപ്പിക്കണം. ദൈവത്തിന്റെ പ്രവാചകൻ ചോദിക്കുകയോ, നിന്റെ കയ്യിലെന്താ ഉള്ളത്? അതിങ്ങോട്ട് തരിക. അതിനെ നീ പകരുക. അതിനെ നീ വിശാലമാക്കുക. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം. ഒരു കാലത്ത് അവൻ നിന്റെ മാവ് കുറഞ്ഞു പോകാതെ അവൻ അതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം, അതിനെ തുറന്നു തരുന്ന ദൈവം. ഇതാ ചിലതിനു വേണ്ടി ഒരിക്കലും വറ്റാത്ത ചില ഉറവുകൾ. കഴിഞ്ഞാഴ്ചകളൊക്കെ നമ്മൾ ചിന്തിച്ചത് എങ്ങനെ അനുസരണത്താൽ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാമെന്ന. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് അനുസരണത്താൽ എങ്ങനെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാം? ആമേൻ. ഹല്ലേലൂയ. എന്താ നമ്മൾ പറഞ്ഞത്? പിതാക്കന്മാരെ അനുസരിക്കുന്നതിലൂടെ ആമേൻ നമ്മൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത, ദൈവം കൈമാറിയ അനുഗ്രഹത്തിനകത്തേക്ക് കയറാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വചനത്തെ ഏറ്റെടുത്തു? ആമേൻ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ വചനം കേൾക്കുന്നു, ഒരുപാട് മീറ്റിങ്ങുകൾ നമ്മൾ പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു, കേൾക്കുന്നു, കാണുന്നു. ആമേൻ. എന്നാൽ ദൈവവചനം നമ്മുടെ ലൈഫിനകത്തേക്ക് ആക്ട് ചെയ്യപ്പെടണം,
പ്രവർത്തിക്കണം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ദൈവം വചനത്താൽ നമുക്ക് ചില വ്യവസ്ഥകളെ കൈമാറിയിട്ടുണ്ട്. ആമേൻ. അനുഗ്രഹിക്കപ്പെടാൻ, നന്മകൾ ഉണ്ടാകുവാൻ ദൈവം ചില വ്യവസ്ഥകൾ കൈമാറിയിട്ടുണ്ട്. ആമേൻ. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചത് ആമേൻ പിതാക്കന്മാരെ അനുസരിക്കുന്നതിലൂടെ ഉള്ള ദൈവിക അനുഗ്രഹത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു. അബ്രഹാമിനെ പറ്റി നമ്മൾ ചിന്തിച്ചു, ഇസ്ഹാക്കിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ആമേൻ. യാക്കോബിനെ പറ്റിയും യോസഫിനെ പറ്റിയും നമ്മൾ ചിന്തിച്ചു. ആമേൻ. ഇന്ന് പകൽ ആമേൻ നമ്മൾ വായിക്കുന്നൊരു വാക്യം 2 രാജാക്കന്മാർ 4-ാം അധ്യായം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. ഒന്നുകൂടെ വായിച്ചോ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ച്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏലീശ പ്രവാചകൻ ആരാണ് നമുക്കറിയാം. ഏലിയാവിൻ്റെ കയ്യിൽ നിന്നും ആമേൻ ഇരട്ടിപ്പങ്ക് അഭിഷേകവുമായി വന്നവൻ. ഹല്ലേലൂയ. എന്താണ് ഇരട്ടിപ്പങ്ക് അഭിഷേകം? ഒരു തലമുറയിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തെ ആയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഏലീശയുടെ ശിഷ്യനായ ഒരു പ്രവാചക ശിഷ്യൻ, ഒരു പ്രവാചകൻ, എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മരണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ആമേൻ. ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കണേ, ഈ സാഹചര്യത്തിനകത്ത് ഈ മകൾ വന്ന് ഏലീശയോട് സംസാരിക്കുകയാണ്. ഏലീശയോട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്കറിയാമല്ലോ അവൻ യഹോവ ഭക്തനായിരുന്നു. ആമേൻ. ഇപ്പോൾ കടക്കാർ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ കടക്കാർ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഹല്ലേലൂയ. ഏലീശ അവളോട്, ശ്രദ്ധിക്കണേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ. എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ. ഹല്ലേലൂയ. കടക്കാർ വീട്ടിൽ വന്ന് നിൽക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ഇത് അനുഭവിച്ചവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് അനുഭവിച്ചൊരു വ്യക്തിക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അവൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് ചോദിക്കുന്നൊരു ചോദ്യമാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇതാ ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയാ. അവൻ അടുത്ത വാക്യത്തിൽ, അടുത്ത വീടിനകത്ത് ഏലീശ പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ആമേൻ. നിന്റെ കയ്യിൽ എന്തുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ
ദാസനായ ദൈവിക പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? അടുത്ത വാക്കിൽ പറയുന്നു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ആമേൻ. ശ്രദ്ധിക്കണേ, ദൈവം പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളതിനെ വെച്ച് അനുഗ്രഹിക്കാൻ പോകുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൈവം ചോദിക്കുന്നൊരു ചോദ്യം, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കും, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അമ്മേ, അതവൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. അമ്മേ, നിങ്ങൾക്കെന്ത് കഴിവോ ഉള്ളത്? നിങ്ങൾക്കെന്ത് മിടുക്കാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിശ്വാസത്താൽ വർദ്ധിപ്പിക്കാനുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ മധ്യേ ഞാൻ നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവാചകനെ, ആമേൻ, ഒരു വാക്കും മറു ചോദ്യമില്ലാതെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, എൻ്റെ കയ്യിൽ, ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണ അല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്നവൾ പറഞ്ഞു. ആമേൻ. ഒരു ഭരണി എണ്ണ അല്ലാതെ എൻ്റെ വീട്ടിലൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനെ അവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. ആമേൻ. എന്തോ ചെയ്യണം? വെറും പാത്രങ്ങളെ നീ വായ്പ വാങ്ങണം. നീ വാങ്ങിക്കുന്നത് കുറവായിരിക്കരുത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഈ മേഖലയ്ക്കകത്തൂടെ പോകുന്നവർക്ക് ഇത് കത്താൻ എളുപ്പമുള്ളൂ. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളൊരു രോഗത്തിന് വേണ്ടി അമർന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെ നിന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നിന്റെ പിതാവിനെ അനുസരിക്കുന്നതിലൂടെ നിനക്ക് വെച്ചിരിക്കുന്ന ഒരു വിടുതലുണ്ട്. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനെ അല്ലെങ്കിൽ ദൈവദാസനെ നീ അനുസരിക്കുന്നതിലൂടെ നിനക്ക് വെച്ചിരിക്കുന്ന ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ദൈവദാസനോ ഒരു ദൈവിക പ്രവാചകനോ നമ്മൾ ഹൃദയം കൊണ്ട് എതിർത്ത് നിൽക്കരുത്. ആമേൻ. ഹല്ലേലൂയ. എതിർത്ത് നിൽക്കരുത്. ആമേൻ. അവർക്ക് പല പ്രശ്നങ്ങൾ കാണും, നമുക്ക് പല പ്രശ്നങ്ങൾ കാണും. പക്ഷേ ആമേൻ, അവർ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടവരാണ്. നമ്മളും ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടവരാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സ്പിരിച്വൽ റാങ്കിങ്ങിനെ പറ്റി പറയാറുണ്ട്. എന്താണ് സ്പിരിച്വൽ റാങ്കിങ്? ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരു വ്യക്തിക്ക് അനുകൂലമാണെങ്കിൽ നാം ആ വ്യക്തിക്ക് പ്രതികൂലമായി നിൽക്കാൻ പോകരുത്. ആമേൻ. ശ്രദ്ധിക്കണേ. എടാ, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ ദൈവം സുരേഷിന് അനുകൂലമാണെങ്കിൽ ഞാൻ സുരേഷിനെ എതിർക്കാൻ പറ്റുമോ?
പറ്റുമോ? ശ്രദ്ധിക്കണേ, പറ്റുമോ? കാരണം ദൈവം അനുകൂലമായിട്ട് നിൽക്കുക. ആമേൻ. നമ്മൾ ഒരു വ്യക്തിക്കും അറിഞ്ഞോ അറിയാതെ ഹൃദയം കൊണ്ട് എതിരായി നിൽക്കരുത്. ഹൃദയം കൊണ്ട് നമുക്ക് ചിലപ്പം ദേഷ്യം വരും, സങ്കടം വരും, അതൊക്കെ ഉണ്ടാകും. മനുഷ്യ ലൈഫിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാം ശരിയാ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാറിപ്പോയേക്കുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വ്യക്തിയോടും, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രവാചകന്മാരോട്, ദൈവത്തിൻ്റെ ഹൈ റാങ്കിങ്ങിൽ നിൽക്കുന്ന ദൈവദാസന്മാരോട് നിങ്ങൾ ഹൃദയം കൊണ്ട്, ചിലപ്പോൾ നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നിക്കാണാൻ നിങ്ങൾക്കത് പറയാം, സ്നേഹത്തിൽ പറയാം. പക്ഷെ ഹൃദയം കൊണ്ട് നിങ്ങൾ എതിർക്കാൻ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്മാരെ നിങ്ങൾ ഓണർ ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഓണർ ചെയ്യണം. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ, ഇന്നലെ ഞാൻ ആ കർത്തദാസൻ്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യുവാൻ ദൈവം അവസരം തന്നു. എനിക്ക് മനസ്സിലായത്, ആമേൻ, എന്തുകൊണ്ടാണ് ഈ മകളോട് ഇത്രയും അഭിഷേകം ഒഴുകുന്നത്? ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? വ്യക്തമായ കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹത്തിൻ്റെ ആമേൻ, ആമേൻ, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോഴും യാത്ര ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ത്യാഗമുണ്ട്. ക്ഷമയുടെ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനെ ദൈവത്തിൽ നിന്ന് അസാധാരണ സാധനങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളോട് ഏതെങ്കിലും വ്യക്തികൾ എതിർക്കുന്നുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കണം. മിണ്ടാൻ പോകരുത്, മൈൻഡ് ചെയ്യാൻ പോകരുത്, അതിനെ മൈൻഡ് ചെയ്യാൻ പോകരുത്. വിട്ടേക്ക്, പോട്ടെ. അമ്മേൻ. അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലേ? പോട്ടെ. അവർ നമ്മളെ വിളിക്കുന്നില്ലേ, സംസാരിക്കുന്നില്ലേ? പോട്ടെ, വിട്ടേക്ക്. ദൈവഹിതമാണെങ്കിൽ ദൈവം വീണ്ടും കൊണ്ടുവരും. ആമേൻ. ദൈവത്തിന് അത് ഇഷ്ടമാണെങ്കിൽ ദൈവം വീണ്ടും അവരെ കൊണ്ടുവരും. അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് ദൈവം പറഞ്ഞു. ഇത് അനുസരിക്കാൻ തയ്യാറാണെങ്കിലേ, ഒന്നാമത്തെ കാര്യം, ഇതനുസരിക്കാൻ നമ്മൾ റെഡി ആണെങ്കിലേ അടുത്തതിലോട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇഷ്ടമാണ്, അനുഗ്രഹങ്ങളും നന്മകളും. പക്ഷെ ദൈവം വേറെ കുറേ സൈഡിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നു പോകും. ദേഷ്യം വരുമ്പം, സങ്കടം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഒലിച്ചു പോവും. ഹല്ലേലൂയ, ആമേൻ. മാതാപിതാക്കന്മാരോട് എന്തെങ്കിലും നിങ്ങൾ ആമേൻ തെറ്റായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ദൈവത്തോട് ക്ഷമ ചോദിച്ച് കൊള്ളണം. കാരണം അബ്രഹാമും ഈസഹാക്കും യാക്കോബും ജോസഫും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടത് അവരെ അപ്പന്മാരെ അനുസരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചെങ്കിൽ, അമ്മേൻ, ഹല്ലേലൂയ, സംഭവിച്ചെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ, ഏറ്റുപറഞ്ഞ് അമ്മേൻ, അത് നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടോണം. അമേൻ. ആർക്കെങ്കിലും അമേൻ വ്യക്തികൾക്ക് വിരോധമായോ, ദൈവദാസന്മാർക്ക് വിരോധമായോ, പ്രവാചകന്മാർക്ക് വിരോധമായോ അമേൻ നിങ്ങളുടെ ഹൃദയം കൊണ്ട് പോലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന്, അമേൻ, എന്നോട് ക്ഷമിക്കണമേ എന്ന് വാസ്തവമായി നിങ്ങൾ പറഞ്ഞാട്ടെ, ദൈവത്തോട് പറഞ്ഞാട്ടെ. കർത്താവ് ക്ഷമിക്കും, കർത്താവ് ക്ഷമിക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെ അതിൻ്റെ വ്യവസ്ഥയാണ് ഉള്ളത്. ഹല്ലേലൂയ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരാകണം, പരസ്പരം ബഹുമാനിക്കുന്നവരാകട്ടെ, നമ്മൾ അന്യോന്യം ബഹുമാനിക്കുന്നവരാകട്ടെ. ഹല്ലേലൂയ. നീ ദൈവത്തെ ബഹുമാനിച്ചാൽ ദൈവം അവൻ ഹല്ലേലൂയ അവൻ്റെ സ്റ്റാൻഡേർഡ് നിന്നെ ബഹുമാനിക്കും.
അത് ഞാൻ ഇന്നലെ കണ്ടതാ ദൈവദാസനിലൂടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ദൈവം ബഹുമാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നീ ദൈവത്തെ മാത്രം ബഹുമാനിക്കുന്നവരാകെ നീ നിൻ്റെ സഹോദരനെയും സഹോദരിയെയും, നിൻ്റെ അയൽക്കാരെയും, നിൻ്റെ ഭാര്യയും ഭർത്താവിനെയും നീ ബഹുമാനിക്കുന്നവനാകണം. ഹല്ലേലൂയ. നിൻ്റെ കൂട്ടു സഹോദരനെ ബഹുമാനിക്കുന്നവനാകണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, എന്തെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മളൊക്കെ ചിലത് പറഞ്ഞു പോയിട്ടുണ്ടാകാം. ദൈവമേ ക്ഷമിക്കണമേ ഇന്ന് പകൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിൻ്റെ രക്തത്താൽ ഒരു കഴുകപ്പെടലുണ്ടാകട്ടെ. ഇന്ന് പകൽ യേശുവിൻ്റെ രക്തത്താൽ ഒരു കഴുകപ്പെടലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി ആമേൻ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ. നിനക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട കിളിവാതിലുകൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട കിളിവാതിലുകൾ ഇതാ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ഹല്ലേലൂയ. എവിടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽ ക്ഷമിച്ചോണം. എവിടെങ്കിലുമൊക്കെ ഏറ്റു പറയാനുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റു പറഞ്ഞോണം. ആമേൻ. യാഗപീഠം ഒരുക്കുന്നതിന് മുന്ന് ആമേൻ നീ ക്രമീകരിക്കാതെ നീ യാഗപീഠത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കത്തില്ല. ആമേൻ. നീ ആലയത്തിലേക്ക് ദൈവത്തിന് ആരാധന കൊടുക്കാൻ നീ വരുമ്പോൾ, ഹല്ലേലൂയ, ആരെങ്കിലോടൊക്കെ നീ ക്ഷമിക്കാനുണ്ടെങ്കിൽ നീ ക്ഷമിച്ചിരിക്കണം. എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് ഏറ്റു പറയാനുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് വ്യത്യസ്തമായ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഈ മേഖലയ്ക്കകത്തേക്ക്, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്. അവൻ ചില മേഖലയ്ക്ക് നിങ്ങൾക്ക് വിടുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകാവൂ. അവൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കണം. അവൻ ഇന്ന് പകൽ ചലിക്കട്ടെ. അവൻ നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, കർത്താവേ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ ഈ വചനത്തെ ഏറ്റെടുക്കുന്നു, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. ഈ വചനം മൾട്ടിപ്ലൈ ചെയ്യുന്ന വചനമാണ്. ഇത് വർദ്ധിപ്പിക്കുന്ന വചനമാണ്. ഇത് ഉയർത്തുന്ന വചനമാണ്. ഇത് മാനിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ഇത് സംരക്ഷിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എവിടേക്കോ ക്ഷമിക്കപ്പെടാൻ കിടക്കുകയാണ്, എവിടേക്കോ കയ്പുകൾ കിടക്കുക. ഇന്ന് പകലത് പൊട്ടണം, ഇന്ന് പകലത് പൊട്ടണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദൂതന്മാർ ആ മേഖലയിൽ ചലിക്കത്തുള്ളൂ. ആമേൻ. നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ കമാൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവ വചനത്തിൻ്റെ മുമ്പിൽ ദൂതന്മാർ ചലിക്കത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം ദൂതന്മാർ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമാർക്ക് ദൂതന്മാരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് അങ്ങനത്തെ ആ ഒരു മിനിസ്ട്രിക്കകത്തേക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്? ആമേൻ. പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് നിങ്ങൾ കയറുമ്പോൾ ദൈവത്തോട് ഏറ്റുപറയാനുള്ള സകലത ഏറ്റുപറഞ്ഞിരിക്കണം. ആമേൻ. ഇല്ലാത്ത പക്ഷം അന്തരീക്ഷം വ്യാപരിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇല്ലാത്ത പക്ഷം നിന്റെ പ്രാർത്ഥന എഫക്റ്റീവ് ആകത്തില്ല. ആമേൻ, എഫക്റ്റീവ് ആകത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഖറാബാശികേരിയാദന റിഖബാറാശികേരിയാദന. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ദൂതന്മാരുടെ എൻകൗണ്ടർ ഉണ്ടാകും.
എത്രത്തോളം നിങ്ങൾ ദൂതന്മാരെ പറ്റി കേൾക്കുന്നോ അത്രത്തോളം ദൂതന്മാർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. എത്രത്തോളം നിങ്ങളത് കേൾക്കുന്നോ അത്രത്തോളം അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. എത്രത്തോളം നിങ്ങൾ അതിനെ വായിക്കുന്നു അത്രത്തോളം നിങ്ങൾ അതിനകത്തേക്ക് എത്രത്തോളം നിങ്ങൾ കൊതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കാറ്റിനാൽ, മഹാശക്തിയുള്ള കാറ്റിനാൽ അവൻ ചെങ്കടലിനെ രണ്ടാക്കി എൻ്റെ ദൈവം. ഹല്ലേലൂയ. അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. അവൻ ശ്രദ്ധിക്കണേ, കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. അവൻ മഹാശക്തിയോടെ ഒരു കാറ്റടിച്ചു. ആ കാറ്റുകൊണ്ട് ചെങ്കടൽ പിളർന്നു രണ്ടായി. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ, ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ, മല പോലുള്ള വിഷയങ്ങൾ, അവൻ അതിനെ ചലിപ്പിക്കാൻ ദൂതനിറങ്ങാൻ. ഇന്ന് പകൽ നീ ഇത് വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതന്മാർ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ദൂതന്മാർ ഈ വചനത്തിന്റെ മുമ്പേ ചലിക്കുകയാണ്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എവിടെയാ ദൂതന്മാർ വെളിപ്പെട്ടു വരുന്നത്? എവിടെയാ ദൂതന്മാർ അട്രാക്ട് ചെയ്യപ്പെടുന്നത്? എവിടെയാ ദൂതന്മാർ നമുക്ക് വേണ്ടി ദൈവനിയോഗപ്രകാരം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? ഹല്ലേലൂയ. നീ വചനത്തെ വിശ്വസിക്കുകയോ, അവൻ ഈ റെവലേഷനകത്തേക്ക് നീ ഇറങ്ങുകയോ, നീ അതിനകത്ത് വിശ്വാസത്തെ ചലിക്കുകയോ ചെയ്യുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും. അവൻ നിനക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവിക ദൂതന്മാരെ നീ ചലിപ്പിക്കണം. ഇന്ന് പകൽ നീ ചലിപ്പിക്കണം. ഇന്ന് പകൽ നീ ചലിപ്പിക്കണം. ദൈവത്തിന്റെ പ്രവാചകൻ ചോദിക്കുകയോ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അതിങ്ങോട്ട് തരിക, അതിനെ നീ പകരുക, അതിനെ നീ വിശാലമാക്കുക. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം. ഒരു കാലത്ത് അവൻ നിന്റെ മാവ് കുറഞ്ഞു പോകാതെ അവൻ അതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം, അതിനെ തുറന്നു തരുന്ന ദൈവം. ഇതാ ചിലതിനു വേണ്ടി ഒരിക്കലും വറ്റാത്ത ചില ഉറവുകൾ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ചിലത് തുറന്നു തരുവാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ നീ ആ വാക്കിനെ ഓണർ ചെയ്യണം. നീ ആ വാക്കിനെ ഓണർ ചെയ്യണം. സ്പിരിച്വൽ റാങ്കിങ്ങിനകത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാർ നിൽക്കുമ്പോൾ നീ ആ വാക്കിനെ ഓണർ ചെയ്യുന്നെങ്കിൽ അതിനെ റിസീവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കണേ. ആമേൻ. ഹല്ലേലൂയ. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അടുത്ത വാക്യങ്ങളിൽ പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, അവൻ ഈ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്, പാത്രങ്ങൾ നിറയുന്നത് നീ എന്തോ ചെയ്യണം? മാറ്റിവെക്കുക. അടുത്ത വാക്യങ്ങളിൽ പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നും ഇല്ല, കഴിഞ്ഞു. കാരണം അവിടെ ഇരിക്കുന്ന സകല പാത്രങ്ങളും നിറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന സകല പാത്രങ്ങളും നിറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ ശ്രദ്ധിച്ചോണം, നിങ്ങൾ എത്രത്തോളം പാത്രങ്ങളെ കൊണ്ടുവരുത്തുന്നു അതിനനുസരിച്ച് ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. Amen. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പറയാം, വിടുതൽ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. Yes. ഹല്ലേലൂയ. Hallelujah. വിടുതൽ തീരുമാനിക്കുന്നത് നമ്മളാണ്. ആമേൻ. Amen. അല്ല, എത്രത്തോളം നമ്മൾ പാത്രം നിരത്തി വെക്കുന്നോ അത്രത്തോളം ദൈവം നിറയ്ക്കും. Yes. I'm receiving. Hallelujah. എത്രത്തോളം നീ പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം എൻ്റെ ദൈവം നിറയ്ക്കും. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. എത്രത്തോളം നീ വിതയ്ക്കുന്നോ ആമേൻ അതിനനുസരിച്ച് ഹല്ലേലൂയ എൻ്റെ ദൈവം നിറയ്ക്കും. Hallelujah. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ആമേൻ. 5 അപ്പം കൊണ്ട് എത്ര പേരെയാ കർത്താവ് പോഷിപ്പിച്ചേ? 5000 പേരെ പോഷിപ്പിക്കാൻ കാര്യം എന്തോ? 5000 പുരുഷന്മാരെയല്ലേ പോഷിപ്പിച്ചേ? ആമേൻ. അവിടെ 12 കൊട്ട അധികം വന്നെന്നാ ആണോ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 5000 പുരുഷന്മാരെന്നാ പറയുന്നത് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സകലത്തിനെ കൊടുക്കുവാൻ തക്കവണ്ണം അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായി, ഒരു വർധനമുണ്ടായി. ആമേൻ. അപ്പൊ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 5000 തരും, 10000 ഉണ്ടെങ്കിൽ 10000 തരും. ആമേൻ. എത്രയുണ്ടോ അതിനനുസരിച്ച് ദൈവം നിറയ്ക്കാൻ പോകുന്നത്. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിന്റെ കയ്യിൽ എന്തുണ്ട് അത് ദൈവത്തിലേക്ക് നീ കൊടുക്കുക. അതിനെയാ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. Yes. ആമേൻ. Hallelujah. നിന്റെ കയ്യിൽ എന്തുണ്ട് അവൻ ഇന്ന് തീരുമാനിച്ചോണം എങ്ങനെ വർദ്ധിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് തീരുമാനിക്കണം നമ്മുടെ അതിരുകളെ നമ്മൾ വിശാലമാക്കാം. Amen. Hallelujah. എന്താണ്? അതിരുകളെ വിശാലമാക്കുക. അതിരിനെ വിശാലമാക്കാൻ നമ്മൾ തീരുമാനിക്കണം. Yes. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ കയ്യിൽ എന്തുണ്ടോ, എങ്ങനെ നീ അതിനെ വിശാലമാക്കുന്നത്? നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് സ്തോത്രത്തോടെ നീ ദൈവത്തെങ്കിലേക്ക് കൊടുക്കുക. ആർക്കും മുഖത്ത് സന്തോഷമില്ല. കൊടുക്കാൻ പറയുമ്പോൾ ഇത് ഭയങ്കര വിഷമമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ദൂതന്മാരെ അട്രാക്റ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന് എന്തോ ചെയ്യുന്നവരാകുകയാണെന്ന്? കൊടുക്കുന്നവരാകുക എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവരാകുക. ദൈവത്തെ സ്നേഹിക്കുന്നവരാകുന്ന എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആമേൻ. നീ ഒരു വ്യക്തിയെ അകമഴിഞ്ഞ് നിന്റെ കരത്തിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, നീ വാസ്തവമായും ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാ നീ അത് ചെയ്തത്. ആമേൻ. നിന്റെ ഉള്ളിൽ ആ ദൈവസ്നേഹം ഉള്ളത് കൊണ്ട്, ചിലപ്പോൾ നീ വലിയ ആത്മീയനൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, പക്ഷെ നീ ഒരു വ്യക്തിയെ നിന്റെ ഹൃദയം തുറന്ന്, നിന്റെ കയ്യിൽ ഇത് പൈസ ആകണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ നീ ഹൃദയം തുറന്ന് എന്തെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നീ ഒന്ന് സപ്പോർട്ടായെങ്കിൽ, നീ ഒരു താങ്ങായെങ്കിൽ, അതിൻ്റെ തെളിവാ നിന്നിൽ ദൈവസ്നേഹം ഉണ്ടെന്ന്, നീ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന്. ഹല്ലേലൂയ. ആരെങ്കിലും ഉടക്കം നിനക്ക് വിഷമം ഉണ്ടായിട്ട് നീ ക്ഷമിച്ചെങ്കിൽ അതിൻ്റെ തെളിവാ നിനക്ക് ദൈവസ്നേഹം ഉണ്ടെന്ന്. ക്ഷമിച്ചില്ലെങ്കിൽ എന്തിൻ്റെ തെളിവാ? ആമേൻ. നമ്മളിത് പറയുമ്പോൾ നേരെ വിപരീതം കൂടെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ, ഓടിയെങ്കിൽ, ആമേ, അതിൻ്റെ തെളിവ് നിനക്ക് ദൈവസ്നേഹം ഉണ്ടെന്നാ. ഹല്ലേലൂയ. ആമേ.
നീ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലോ ദൈവത്തോട് കൂടെ ഇരിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ തെളിവാ നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ആമേൻ. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. യെസ്. നീ സാധുക്കളെ സഹായിച്ച വ്യക്തിയാണോ? നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ഇത് സത്യമോ? ഇത് യാഥാർത്ഥ്യമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതാ ദൈവത്തിന്റെ പ്രതിഫലം ചിലതിനൊക്കെ ആത്മാവിൽ കയറി വരുന്നു. അവൻ നീ ചെയ്തതിന്റെ ഒക്കെ പ്രതിഫലം. നീ പ്രാർത്ഥിച്ചത്, നിന്റെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതോ, ആമേൻ, നിനക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചതോ, ആമേൻ, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതോ, നീ കൊടുത്തത്, നീ ചെയ്തതോ ദൈവം കണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ ദൂതന്മാർ ചില പ്രതിഫലവുമായി നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരുന്നത് വിശ്വസിക്കാൻ കഴിയുന്നവോ ശക്തിയോടെ കരങ്ങളെ തട്ടി. ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? നിശ്ചയമായും നീ അറിഞ്ഞോ അറിയാതെ ദൂതന്മാർ നിന്നെ സഹായിക്കാൻ വന്നിരിക്കും, വരും. നിശ്ചയമാ, നിശ്ചയമാ. ആമേൻ. നീ ഒരു ആമേൻ, എനിക്കറിയാം സുരേഷ്, അത് സുരേഷിന്റെ സാക്ഷ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞോ സുരേഷ്, പറഞ്ഞോ. കറണ്ട് അടിച്ച് മരിച്ചു പോകേണ്ട വ്യക്തിയാ അവൻ. എന്നാൽ കൃത്യസമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്നിവിടെ കാണത്തില്ല. നമ്മൾ പലരും കൃത്യസമയത്ത് നീ അറിയാതെ, നീ പോലും അറിയാതെ നിന്റെ ആത്മമണ്ഡലത്തിൽ ദൂതൻ ഇറങ്ങിയതുകൊണ്ടാ നമ്മൾ പലരും ഇവിടെ ആയിരിക്കുന്നത്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ വഹിച്ചത് കൊണ്ടാ ഇന്ന് പകരം പലരും ഇന്നിവിടെ ദൂതൻ ജീവനോടെ ഇരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളിലേക്ക് ആക്ടിവേറ്റ് ആകും. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പ്രവാചകന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾ ഓണർ ചെയ്യുന്നെങ്കിൽ, അനുസരിക്കുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. ദൈവവചനമാണ്. വചനത്തെ അനുസരിക്കുന്നെങ്കിൽ, വചനത്തിന്റെ റെവലേഷനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അതിൻ്റെ റെവലേഷനകത്തേക്ക് നിങ്ങൾ കയറുന്നെങ്കിൽ, ഏറ്റവും പരമപ്രധാനമായി ദൈവത്തിൻ്റെ ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ റെവലേഷൻ, അതിൻ്റെ അനുസരണം. എത്രത്തോളം നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ സ്പിരിച്വൽ റാങ്കിങ് ഇൻക്രീസ് ചെയ്യുക, സ്പിരിച്വൽ റാങ്കിങ് ഉയർന്നുകൊണ്ടിരിക്കുക. അത്രത്തോളം ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അറിയാതെ ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ നിഷ്കളങ്ക മനസ്സോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ, ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതന്മാർ എൻകൗണ്ടറുകൾ ഈ ദിവസങ്ങൾ നിങ്ങളെ ചലിപ്പിക്കാൻ പോകുക. ആകാശത്തിന്റെ കിളിവാതിലുകൾ ആർക്കൊക്കെ വേണ്ടി സ്വർഗം തുറക്കുന്നു, ആർക്കൊക്കെ വേണ്ടി സ്വർഗം തുറക്കുന്നു. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണോ അറിയാവുന്നത്? ഇന്ന് വരെ നിങ്ങൾ അരമണിക്കൂറായിരിക്കും പ്രാർത്ഥിച്ചത്, നാളത്തെ 3/4 മണിക്കൂറാക്കുക, 3/4 മണിക്കൂറാക്കുക. ഞാൻ പറയുന്നത് നിങ്ങളിൽ, അവൻ ഇതൊരു സജഷനല്ല, അവൻ, ഹല്ലേലൂയ, നിങ്ങൾക്കിത് റിസീവ് ചെയ്യാം. ഇന്ന് വരെ നിങ്ങൾ 10 മിനിറ്റാണ് ബൈബിൾ വായിച്ചെങ്കിൽ അത് നാളത്തേക്ക് 15 മിനിറ്റ് ആക്കുക. അമ്മേ,
നിങ്ങളുടെ അതിരുകളെ നിങ്ങൾ വിശാലമാക്കുക. Amen. Yes. അവൻ പാത്രത്തെ എത്രത്തോളം നിരത്തി വെച്ചോ അത്രത്തോളം ദൈവം നിറയ്ക്കുന്നേ. Yes. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് വരെ ഒരു വ്യക്തിയോടും സുവിശേഷം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഒരു വ്യക്തിയോട് പറയും. ഞാൻ അറിഞ്ഞ യേശുവിനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം അത് നിറയ്ക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങൾ പേടിച്ചും ക്ഷീണിച്ചും ഇരിക്കരുത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, മുട്ടുവീൻ തുറക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. മുട്ടുവീൻ. ഈ ആഴ്ചയിൽ ദൈവം എനിക്ക് തന്നൊരു കീവേഡ് ഇതാണ്, മുട്ടുവീൻ തുറക്കപ്പെടും. ആമേൻ. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഇതിൻ്റെ അർത്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് തുടരുക. നിങ്ങൾ ഒരിടത്ത് അന്വേഷിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ 10 നിങ്ങൾ ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾ വിശ്വാസത്താൽ മൂവ് ചെയ്യുക, വചനത്തെ വായിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആമേൻ. ഹാലി. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങുക. ഒന്നേം തുടങ്ങുക. ആമേൻ. ആ ബാലന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നേ? 5 അപ്പം ഉണ്ടായിരുന്നേ. ഹാലി. കർത്താവിലേക്ക് കൊടുക്കുക, അതിനെ അവൻ വിശാലമാക്കി തരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങൾ ഇതുവരെയും 100 രൂപയാ സ്തോത്രാച്ചിട്ടെങ്കിൽ 10 കൂടെ അഡീഷൻ ഇടുകയാണ്. 10 കൂടെ അല്ലെങ്കിൽ 5 കൂടെ കർത്താവ് വർദ്ധിപ്പിക്കും. അവൻ ഈ ഏതൊക്കെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമോ അത് നിങ്ങൾ ചെയ്യുക. അവൻ ഇതുവരെ 1 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിച്ചെങ്കിൽ അത് 2 മണിക്കൂറാക്കുക. അവൻ ഇതുവരെ വായിച്ചതിനെക്കോട്ടെ ഇരട്ടി വായിക്കുക. അവൻ ഇതുവരെ നിങ്ങൾ പുതിയ പുസ്തകങ്ങൾ ദൈവരാജ്യം വായിച്ചെങ്കിൽ അടുത്ത പുസ്തകം വായിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വർദ്ധിപ്പിക്കുക, അതിനെ വിശാലമാക്കുക, ദൈവിക പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുക. വചനത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ നിങ്ങളുടെ അതിനെ വിശാലമാക്കുക. ആത്മാവിൽ എത്ര റിസീവ് ചെയ്യുന്നു? ഹല്ലേലൂയ. അവൻ ഇതാ പാത്രം നിരത്തി വെച്ചതിനനുസരിച്ച് ശ്രദ്ധിക്കണേ, പാത്രം നിരത്തി വെച്ചതിനനുസരിച്ച് അവൻ വർദ്ധിപ്പിച്ചു. രമസിസ്റ്ററെ, ആമേൻ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കർത്താവ് ഒരു ഉണർവിനെ കൊണ്ടുവരും. ഇപ്പോൾ പറയുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം ഇതിനാൽ ഉപയോഗിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അസാധാരണമായ രീതിയിൽ ആമേൻ ആ ശമരിയക്കാരെ ഉപയോഗിച്ചതിനപ്പുറമായി അവൻ ആ ദേശത്ത് ഒരു ഉണർവിന് വേണ്ടി എൻ്റെ കർത്താവ് നിങ്ങൾ നിഷ്കളങ്ക മനസ്സോടെ ചെയ്യുന്നത്, നിഷ്കളങ്ക ഹൃദയത്തോടെ ചെയ്യുന്നത് ആര് കണ്ടില്ലെങ്കിലോ അത് കാണുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ. വരും കാലങ്ങളിൽ ദാവീദിനെ അഭിഷേകം ചെയ്ത എൻ്റെ ദൈവം ചില രാജകീയ അഭിഷേകങ്ങളിലേക്ക്, ചില അനോയിന്റിങ്ങിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കയറ്റി നിർത്തും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വാസാൽ 5 പേരോട് പറയുന്നെങ്കിൽ 10 പേരോട് പറയുന്നെങ്കിൽ അത് 15 ആക്കുക, 20 ആക്കുക. കർത്താവ് വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, സുവിശേഷം പറഞ്ഞില്ല, ഇന്ന് തൊട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറയുക, ഇന്ന് തൊട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഹല്ലേലൂയ. അതിരുകളെ നമ്മൾ വിശാലമാക്കണം. ആമേൻ. ഹല്ലേലൂയ. അതിരുകളെ നമ്മൾ വിശാലമാക്കണം. ആമേൻ. നിങ്ങൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അനുസരിക്കുന്നതിലൂടെ കടന്നു വരുന്ന ദൈവിക അനുഗ്രഹം. ആമേൻ. അനുസരിക്കുന്നതിലൂടെ കടന്നു വരുന്ന ദൈവിക അനുഗ്രഹം. എങ്ങനെയാ കടന്നു വരുന്നേ? എത്രത്തോളം ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ സേവകാത്മാക്കളായ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സായ
ദൈവിക ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. മുട്ടുവീൻ തുറക്കപ്പെടും. ചിലയിടത്ത് നിങ്ങൾ മുട്ടണം, ദൈവത്തോട് നിങ്ങൾ മുട്ടണം. എന്നാൽ ചിലയിടത്ത് വിശ്വാസത്താൽ കയറി മുട്ടണം. ചിലയിടത്ത് വിശ്വാസത്താൽ കയറി മുട്ടണം. ഞാനിത് പറഞ്ഞ് എത്രയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ചിലയിടത്ത് വിശ്വാസത്താൽ കയറി മുട്ടണം. ഹല്ലേലൂയ. ആ വചനം വർക്ക് ചെയ്യും. ഈ വചനം ദൈവം വെറുതെ എഴുതി വെച്ചതല്ല, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി എഴുതി വെച്ചതാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലയിടത്ത് നിങ്ങൾ കയറി മുട്ടാൻ, ആമേൻ. ചിലയിടത്ത് മുട്ടണം. ദൈവത്തോട് നിങ്ങൾ മുട്ടുക, ചില വ്യക്തികളോട് നിങ്ങൾ മുട്ടുക. ദൈവത്താൽ നിയോഗപ്രകാരം, ദൈവ നിയോഗപ്രകാരം ദൈവാത്മാവ് നിങ്ങളെ ലീഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ മുട്ടുക. മുട്ടുക. തുറക്കപ്പെടും, തുറക്കപ്പെടും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ചില തുറക്കപ്പെടും. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം ദയവായി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 78-ാം സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. 78-ാം സങ്കീർത്തനം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരമായി വെച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ചിലർക്ക് വേണ്ടി കിഴക്കൻ കാറ്റിനെ അവൻ അയക്കും. അവൻ ചെങ്കടൽ പോലെ നിൽക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ, ചെങ്കടൽ പോലെ നിൽക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ ചിലർക്ക് വേണ്ടി കിഴക്കൻ കാറ്റിനെ അവൻ അയക്കാൻ പോകുക. തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റിനെ വരുത്തി. ആമേൻ. അവൻ തൻ്റെ ദൂതന്മാരെ കാറ്റുകളാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി ചില ദൂതന്മാർ കിഴക്കൻ കാറ്റിൻ്റെ രൂപത്തിൽ അവൻ നിങ്ങളുടെ വിഷയത്തിൻ്റെ അവൻ മുകളിലേക്ക് ഇറങ്ങി വരാൻ പോകുക. അവൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന്, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന്, കർത്താവെ ഞാൻ ക്ഷീണിച്ചെന്ന്, കർത്താവെ എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന്, എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് ഇതാ നിങ്ങൾക്ക് വേണ്ടി ചില കിഴക്കൻ കാറ്റുകൾ ഇപ്പോൾ അടിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം. അവൻ വിശ്വസിക്കണം. അവന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നിങ്ങൾ മൂവ് ചെയ്യാൻ തയ്യാറാകുക. നിങ്ങൾക്ക് വേണ്ടി ഒരു യേശു നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങുകയാണ്. അവൻ്റെ കൂടെ ദൂതന്മാർ ചലിക്കുകയാണ്. ഇത് വിശ്വാസത്തെ നിങ്ങൾ കാണാൻ കഴിയുന്നോ? ആത്മമണ്ഡലത്തിൽ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ നിൽക്കുന്ന വ്യക്തിയെക്കാൾ ആമേൻ 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 ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആത്മാവിൽ അതിനെ റിസീവ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, സെൻസ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ മേഘങ്ങളോട് കൽപ്പിക്കാൻ പോകുക. അവൻ ഇന്ന് വരെയും അവൻ അടഞ്ഞുപോയത്, അവൻ ഇന്ന് വരെ അടഞ്ഞുപോയത് ഇതാ മേഘങ്ങളോട് അവൻ കൽപ്പിക്കാൻ പോകുക. അവൻ മേഘങ്ങളോട് കൽപ്പിക്കാൻ പോകുക. ഇതാ നിങ്ങൾക്ക് വേണ്ടി മേഘങ്ങൾ വഴിമാറുന്നു. അവൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ അവൻ ചുവട് മാറ്റുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ചുവട് മാറ്റുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ചുവട് മാറ്റുന്നു. ശക്തിമാന്മാരെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദൂതന്മാർ, ഏഞ്ചൽസ്. ആമേൻ. ഇസ്രായേൽ ജനം കഴിച്ചത് ആ മന്ന ദൂതന്മാരുടെ ഭക്ഷണമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോ അവന് വേണ്ടി ദൂതൻ ഇറങ്ങി കൈമാറിയത്
സ്വർഗീയ അപ്പമായിരുന്നു. ആമേൻ. മനുഷ്യൻ തരുന്ന അപ്പമല്ല, ചിലർക്ക് വേണ്ടി സ്വർഗീയ അപ്പം തന്നെ. ഇന്ന് പകൽ ദൂതന്മാർ കൈമാറുന്ന ചില മന്നകൾ ചില കുടുംബത്തിൽ വെളിപ്പെടുന്നു.